അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കിയിരിക്കുകയാണ്. അതിന് എല്ലാ സപ്പോർട്ടുമായി അവർക്കൊപ്പം ഉണ്ടായിരുന്നത് അധ്യാപകരും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുമാണ്. എന്തായാലും ഈ ഷോർട്ട് ഫിലിം ഇതിനോടകം തന്നെ എക്സൈസ് വകുപ്പും ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് ആ വിശേഷങ്ങൾ കൂടി ഒന്ന് കാണാം. ഒരു ടെലിഫിലിം ചെയ്യണമെന്നാണ് ടീച്ചർ എന്ന് പറഞ്ഞു. വളരെ ചെറിയ രീതിയിൽ ചെയ്യണമെന്നാണ് ടീച്ചർ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മളെ സ്ക്രിപ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അത് വലിയൊരു അത്യാവശ്യം വലിയ സ്കെയിലായിരുന്നു. രക്ഷിതാക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറയും രക്ഷിതാക്കളോട് തുറന്നു പറയുന്നില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗങ്ങൾ, മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ നമ്മളെ കുട്ടികളോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു അവബോധം ഉണ്ടാക്കുക, കുട്ടികൾക്ക് അത് മനസ്സിലാക്കുക. സമൂഹത്തിലേക്ക് എത്തിച്ചാൽ കുറെ രക്ഷിതാക്കളെയും കുട്ടികളെ മാറ്റാൻ പറ്റും. പിന്നെ അത് അത്യാവശ്യം സ്കൂളുകളിലൊക്കെ പ്രദർശിപ്പിക്കുന്നു. എക്സൈസ് ടെലിഫിലിം കണ്ടതിന് പുറത്താണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നമ്മുടെ സ്കൂൾ തെരഞ്ഞെടുക്കും. നമ്മുടെ കുട്ടികൾക്കും അതിൽ പ്രവർത്തിച്ചവരൊക്കെ അനുമോദനം കൊടുക്കും. സ്കൂളിന് ആദരവ് നൽകി. അതായത് നമ്മൾ ആദ്യം ഒരുപാട് വിചാരിച്ച് പാടുപെടുമെന്ന് വിചാരിച്ചു. പക്ഷെ കുട്ടികളൊക്കെ ഭയങ്കര കൂടുതൽ ആക്റ്റീവാണ്, ആൺകുട്ടികളൊക്കെ ഉള്ളതിൽ. ഞങ്ങൾക്ക് പിന്നെ ആരെ സെലക്ട് ചെയ്യണമെന്നുള്ള ഡൗട്ടായിരുന്നു. പിന്നെ കിട്ടിയ പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു. എന്ന് വെച്ചാൽ നമുക്ക് അധികം ടേക്കൊന്നും പോയില്ലല്ലോ, പെടപ്പെടാന്ന് പറഞ്ഞു. അഭിനയത്തിന് കഴിവുള്ള കുട്ടികൾ ഉണ്ടെന്ന് കണ്ടെത്താനും ടീച്ചർ അഭിനയിച്ചില്ലേ? ടീച്ചർ വരെ നന്നായിട്ട്. കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുനാമി എന്നൊരു മഹാവിപത്ത് അതിനെ അതിജീവിച്ച ഒരു സ്കൂളാണല്ലേ. അതുകൊണ്ട് തന്നെ ആകണം ഈ പഠനത്തോടൊപ്പം തന്നെ സാമൂഹ്യ സേവനം എന്നൊരു കാര്യം കൂടി കുട്ടികളെ ഈ അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട് അല്ലേ കണ്ണൻ? ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ആ സ്കൂളിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച്. അത് പലപ്പോഴും ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയില്ലേ. സേവന പ്രവർത്തനങ്ങൾ മാത്രമല്ല, സാമൂഹ്യ ബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ആ അധ്യാപകരുടെയും അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതിനകത്ത് പലപ്പോഴും പ്രധാന അധ്യാപികയോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പലപ്പോഴും കുട്ടികൾക്ക് പല കാര്യങ്ങളും രക്ഷിതാക്കളോട് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പല കുട്ടികൾ, ആ പ്രദേശത്തുള്ള ചില കുട്ടികളൊക്കെ തന്നെ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അങ്ങനെ കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഈ ഷോർട്ട് ഫിലിമിലൂടെ അവർ നടപ്പാക്കുന്നത്. അതിന് അവർ കണ്ടെത്തിയ തീമെന്ന് പറയുന്നത് വളരെ വലിയ ഒരു സന്ദേശം നൽകുന്നതാണ്. പലപ്പോഴും രക്ഷിതാക്കൾക്ക് മക്കളോട് സംസാരിക്കാൻ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ആ കുട്ടി ഒരു കുട്ടി അവനെ ഒരു മയക്കുമരുന്ന് വിൽപ്പനക്കാർ അല്ലെങ്കിൽ ആ ഗ്യാങ് അവരെ അതിൻ്റെ കരിയറായിട്ട് അല്ലെങ്കിൽ വിൽപ്പനക്കാരനായി നിയോഗിക്കുന്നു. പക്ഷേ അച്ഛനോട് പലതവണ ഈ വിഷയം പറയാൻ ചെല്ലുമ്പോഴും അച്ഛൻ്റെ തിരക്ക് കാരണം അച്ഛനവിടെ അവനോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് ഈ കുഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. അവസാനം ആശുപത്രിയിൽ വെച്ച് അവൻ്റെ കൂട്ടുകാരുടെ വായിൽ നിന്നാണ് ഈ ഒരു അവസ്ഥ, അവൻ്റെ മാനസികാവസ്ഥ എന്തായത്, അവൻ ഏതൊക്കെ ഘട്ടത്തിൽ കൂടിയാണ്, ഏതൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ പിന്നീട് അച്ഛന് തിരിച്ചറിവ് ഉണ്ടാവുകയും അത് ഒരു ശുഭ അവസാനത്തിലേക്ക് ഇത് പോവുകയുമായിരുന്നു. ആ ഷോർട്ട് ഫിലിം അവസാനിക്കുകയുമായിരുന്നു. അതിലെടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള രണ്ടുപേർ, കിരണം ഇതിൻ്റെ സംവിധാനം നിർവഹിച്ച വ്യക്തിയും, അവരെ ആണ് ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. അവരോട് സംസാരിച്ചു. അവർ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി ആ പദ്ധതി ഏറ്റെടുക്കുന്നു. ആദ്യം ഒരു സംവിധാനം ചെയ്യുന്നു, തിരക്കഥ തയ്യാറാക്കുന്നു, അങ്ങനെ ക്യാമറ എഡിറ്റിംഗ് എല്ലാം തന്നെ ആ പൂർവ്വ വിദ്യാർത്ഥികൾ നേതൃത്വത്തിലാണ് നടന്നത്. അവിടുത്തെ കുട്ടികളായിട്ടുള്ള ആൾക്കാർ വളരെ അതിഗംഭീരമായി അഭിനയിച്ചിട്ടുണ്ട്, അധ്യാപകർ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെല്ലാവരും ചേർന്ന് അഭിനയിച്ച ആ ഷോർട്ട് ഫിലിം അങ്ങനെ ആ സ്കൂളിൽ വെച്ച് പ്രദർശിപ്പിക്കുകയാണ്. അന്ന് എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥരെ കൂടി അവിടെയൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോഴാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ തങ്ങൾ ചെയ്യുന്ന ജോലി വലിയ രീതിയിൽ എളുപ്പമാക്കാൻ അല്ലെങ്കിൽ കുട്ടികളിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശം എങ്ങനെയാണ് എന്ന് കാട്ടിക്കൊടുക്കാൻ ഈ ഷോർട്ട് ഫിലിം സഹായിക്കും എന്ന് മനസ്സിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഷോർട്ട് ഫിലിം ജില്ലയിലെ ശരി കണ്ണൻ, എന്തായാലും അവർ ഇനിയും ഇതുപോലുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യട്ടെ അല്ലേ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ കുട്ടികളുടെ അഭിനയമാണ് കേട്ടോ. പ്രൊഫഷണൽ ആക്ടേഴ്സ് ഒന്നുമല്ല, ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. പക്ഷേ എന്ത് രസമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അല്ലേ.